മച്ചാമാരതെ പൊളിയൊരു സാധനത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടാ. ഹെവി എന്ന് വെച്ചാൽ അന്യായ ഹെവി ഒരു വാഹ. മച്ചാമാരതെ അടുത്ത വാഹനം അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതെ പുലിവാഹയാണ്. മച്ചാമാരതെ ഈ പാലത്തിന്റെ താഴത്തുനിന്ന് ഇതേ അത്രയും ദൂരത്ത് കേട്ടാ ആ കാണാൻ തെളിവിന്ന് ഇതേ ഏകദേശം ഒരു 18 മീറ്ററെങ്കിലും ദൂരമുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത്. അടിച്ച സ്ഥാനത്തിനെ കാണിച്ചു തരാം. അതെ ബ്രൈഡ് അതേപോലെ തന്നെ ചുറ്റി വലിച്ച് കയറ്റി ബ്രൈഡ് അതേപോലെ തന്നെ കിടപ്പുണ്ട്. കണ്ട. ഹലോ ഗൈസ്, എല്ലാവർക്കും CM ഫിഷിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞും കൂടിയായിട്ടാണ് പോയത്. സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും ഫ്ലോപ്പായി പോയി. കാരണം നമ്മളന്ന് ഫിഷിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ല പോയത്. നമ്മുടെ ക്യാമറമാൻ ഉണ്ട്, നമ്മുടെ പ്രദീപ് മച്ചാൻ അന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ കുഞ്ഞുനെ കൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് നമ്മൾ എടുത്ത് കിട്ടിയത് നമുക്കെല്ലാം. അതേപോലെ നല്ല അന്നത്തെ ഫിഷിംഗ് വെച്ചാൽ നല്ല അടിപൊളി ഒരു ഫിഷിംഗ് ആയിരുന്നു കേട്ടോ. ശരിക്കും വാഹനെ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം നല്ലോണം വാഹനെ കിട്ടി തന്നായിരുന്നു. ഒരു 3 കിലോത്തിൻ്റെ 3.5 കിലോത്തിൻ്റെ ഒരു നീലവാഹയും അതുപോലെ ഒരു പുലിവാഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വരുന്നതും ഒരു 1.5 കിലോ വരുന്ന റേഞ്ച് വരുന്നത്, പിന്നെ ഒരു ചേറുമീനും ഒരു തിലോപ്പിയൊക്കെയാണ് നമുക്ക് അന്ന് കിട്ടിയത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ വെച്ചാൽ ഹെഡ് മൗണ്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പാലത്തിൻ്റെ മേളിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ല വെയിൽ കാരണം നമുക്ക് മൗണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെയിലടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറ ഫോണിനകത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓണാകും, ഹീറ്റിംഗ് ആവശ്യമായിരിക്കും. പിന്നെ ആ ഓപ്ഷനൊന്നും ഓണാകില്ല. അത് തണുത്ത് ചൂടാറുന്നവരെ നമ്മുടെ ഫോൺ മാറ്റി വെക്കണം നമ്മൾ. അത് അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ആ ക്യാമറ മൗണ്ടിലൊന്നും വെക്കാണ്ടാണ് അന്നത്തെ ഫിഷിങ് ചെയ്തത്. പക്ഷെ അന്നത്തെ നല്ല രീതിയിൽ മീൻ കിട്ടി. മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒരു 3 മിനിറ്റ് കിട്ടുന്ന വീഡിയോ നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണം. കാരണം കുറച്ച് പേരെടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കുഴപ്പമില്ല ചേട്ടാ, നല്ല മീനൊക്കെ കിട്ടുന്ന വീഡിയോ ഷൂട്ട് കിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് വീഡിയോ ഇട്ട് കൊടുക്കുക നമ്മുടെ ചാനലിലേക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 10, 18 മീറ്റർ 20 മീറ്റർ ലോങ്ങിലേക്കാണ് നമ്മൾ ആ വായ അടിച്ചത്. അതും വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതോടെ കിട്ടിയെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടണ്ടല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ അത് കിട്ടിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് യൂട്യൂബിലേക്ക്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. എന്തായാലും വീഡിയോ കണ്ടു നോക്ക്. നല്ല അടിപൊളി മീനൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഷോട്ടുകളൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്കന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. മച്ചാമാരതെ ഈ പാലത്തിന്റെ താഴത്തുനിന്ന് ഇതേ അത്രയും ദൂരത്ത് കേട്ടാ ആ കാണാൻ തെളിവിന്ന് ഇതേ ഏകദേശം ഒരു 18 മീറ്ററെങ്കിലും ദൂരമുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത്. അടിച്ച സ്ഥാനത്തിനെ കാണിച്ചു തരാം. അതെ ബ്രൈഡ് അതേപോലെ തന്നെ ചുറ്റി വലിച്ച് കയറ്റി ബ്രൈഡ് അതേപോലെ തന്നെ കിടപ്പുണ്ട്. കണ്ട ചെറുതെങ്ങും അല്ല, പടക്കം സാധനം. അത് അടികൊണ്ടാക്കണെന്ന് വെച്ചാൽ നീരെടുത്ത് താഴുന്ന സമയത്ത് ഇതേ വാലിന്റെ ഒരു ചെറിയൊരു സ്പോട്ടപ്പിലാണ് അടികൊണ്ടിരിക്കുന്നത്. കണ്ട അടികൊണ്ടിരിക്കുന്ന ഭാഗം നോക്കിയിട്ട് സാധനം കിടക്കുന്ന സാധനത്തിൽ 1.5 kg വരുന്നല്ല കിടുക്കൻ ചേർമീൻ കണ്ട. നമ്മൾ കുറച്ച് ബ്രൈഡ് ചുറ്റിയിട്ട് ബാക്കി നമ്മൾ പൊക്കി കയറ്റുകയാണ് ചെയ്തത്. കണ്ട കുറച്ച് അധികം ലോങ്ങിൽ തന്നെ അടിച്ച സാധനം. ഓക്കെ 1.5 kg വരുന്ന ചേർമീൻ. കുഞ്ഞുങ്ങളുള്ളതൊന്നും അല്ല കേട്ടോ. ശരിക്കും ഇതേ ഉപ്പുവെള്ളം ആയത് കാരണം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകില്ല. വെള്ളത്തിന്റെ കളർ തന്നെ കണ്ടാൽ നമുക്കറിയാം. പായലൊക്കെ ചീഞ്ഞു തുടങ്ങിയ സമയമാണ്. ഓക്കെ ആ തെളിവിനായിരുന്നു കേട്ടോ. അതെ ആ കാണുന്ന തെളിവ് ഇവിടെ നിന്ന് നോക്കി തന്നെ പാലത്തിന്റെ താഴത്ത് കഴിഞ്ഞ് എന്തോരം ചരിവുണ്ട്. അത്രയും ദൂരത്ത് ഇതേ സ്ലിംഗ് ഷൂട്ടിൽ നോർമൽ റബ്ബറിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. മച്ചാമാരതെ പൊളിയൊരു സാധനത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടാ. ഹെവി എന്ന് വെച്ചാൽ അന്യായ ഹെവി ഒരു വാഹ. അതെ നീലവാഹനം അട്ടിക്കൊണ്ട് കിടക്കുന്നുണ്ട്. നമ്മളിത് സ്ലിംഗ് ഷോട്ടിൽ അടിച്ചിരിക്കുവാണ് നമ്മൾ. ഓക്കെ അപ്പോൾ എന്തായാലും ഇതിന് വലിച്ചെന്തായാലും കരയിൽ കയറ്റാം. പിന്നെ അധികം ഫൈറ്റ് ചെയ്യാൻ നിന്ന് ചിലപ്പോൾ പാലത്തിലിട്ട് അടിച്ച് നമ്മുടെ ബ്രൈഡ് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 2-2.5 kg കാണണം. നല്ല കളി കളിച്ചോണ്ടിരിക്കണം. നല്ല നീലവാഹ. അത് കണ്ട കറക്റ്റ് നല്ല സെൻട്രൽ ബോൾട്ടിനെ അടികൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇവനൊക്കെ വലിച്ച് കരയിൽ കയറ്റാം. മീനിനെ ഷൂട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ഞാൻ തന്നെയാണ് ആദ്യം വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞാൽ കുഞ്ഞുൻ്റെ കയ്യിലേക്ക് ഞാൻ ക്യാമറ കൊടുത്തിട്ട് കുഞ്ഞുമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കണം. സാധനം പൊങ്ങി വന്നതേ ഉള്ളു. ഒരു 3 kg or 4 kg കാണും. സാധനോട് എങ്ങനെയുണ്ട് സാധനം? പൊളി സാധനം അട്ടച്ച് പെടക്കിച്ചാണ് സാധനത്തിന്. ഇത് കണ്ട അമ്പ് കൊണ്ടിരിക്കുന്ന സ്പോട്ട് നോക്ക്, സാധനത്തിന്റെ സൈസ് നോക്ക്. എന്റെ അമ്മ ഒരു 3 kg. എന്റെ അമ്മ ഹെവി, അന്യായ ഹെവിയാണ് സാധനം. നോക്കി എന്റെ അമ്മ പിടിച്ചിട്ട് നിക്കണില്ല കേട്ടാ. നല്ല പെടപടപ്പം നീലവാഹ. മച്ചാൻ അപ്പതേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വെയിലാതെ കാരണം ക്യാമറ നമ്മൾ മൗണ്ടിൽ സെറ്റ് ചെയ്തില്ലായിരുന്നു.
കൈയൊക്കെ മുറിഞ്ഞെന്ന് തോന്നണതാ, നല്ലോണം വെയിറ്റ് പിടിച്ചിട്ടേ കൈ ഒരു രക്ഷയില്ല. ഇതണ്ട നോർമൽ റബ്ബർ, അതേപോലെ തന്നെ നമ്മുടെ ഡാട്ട് കണ്ട നല്ല ഡീപ്പിൽ വന്ന സാധനത്തിന് അടിച്ച് കയറ്റിയാണ്. ഇത് കണ്ട സാധനത്തിന്റെ സൈസ് കാണാൻ തന്നെ 3 കിലോത്തിന് മേലെ ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലേ. ഇതേപോലത്തെ വാഹനം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്ലിംഗ് ഷോട്ട് മറ്റേ ക്രോസ് ബോൾ അടിച്ചിട്ട് നമ്മളെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ട എന്റെ കാലൊക്കെ വെച്ചാൽ തന്നെ അറിയാം സൈസ് എത്ര ഉണ്ടത്. ഇതേ അടിച്ചെടുത്തു അന്യായ സൈസാണ് മോനെ സാധനം. കണ്ട നോക്കി നീല ഷെയ്ഡ് നല്ല അടിപൊളി വാഹ, നീലവാഹ. ഓക്കെ അപ്പൊ ഗൈസ് ഞാനും കുഞ്ഞും കൂടി ആയിരുന്നു ഇന്ന് ഫിഷിങ്. അടിപൊളിയല്ലേ, കലക്കം സാധനമല്ലേ. ഓ ഇത് വലുതാണ്. ഇപ്പൊ നമുക്കൊരു ചേർമീനും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു തിലോപ്പി, ഇപ്പൊ ഒരു നീലവാഹ. നീലവാഹ അടിച്ചാണ്ട 2 അടി താഴ്ചയിൽ നിന്നവനാണ് പാലത്തിന്റെ മേലെ നല്ല കലക്കം ഷൂട്ടാണ്, കിണ്ണം കാച്ചി ഷൂട്ട്. അതുകൊണ്ടാ 3 kg പ്ലസ് ഉണ്ട് മച്ചാന്മാരെ. നമുക്ക് കിട്ടിയ ഒരു വാഹയുണ്ട്, ചെറിയൊരു വാഹ. കുഞ്ഞു എപ്പോഴും പറയാണ്ട് നീലവാഹ, മയിൽവാഹന അല്ല കുഞ്ഞാ, എപ്പോഴും പിടിക്കണം എന്ന് പറയാം. അതേ ഇന്നിപ്പോ അടിച്ച് കയറ്റിയ ഒരു നീലവാഹന പാലത്തിന്റെ താഴെ നിന്ന് ഒരു 15 മീറ്റർ താഴെ നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ അകത്ത് കണ്ട. ഇതിനകത്ത് ബ്രൈഡൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ്, നല്ല ബ്രൈഡാണ്, 110 LB ബ്രൈഡാണ്. അതേപോലെ വാഹയുടെ സൈസ് കണ്ട ഒരു 3 കിലോ കുറയാതെ ഉണ്ട് സാധനം. കാരണം ഇതേ നമ്മുടെ കാല് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം സൈസൊക്കെ നോക്കിയിട്ടുണ്ട്. കുഞ്ഞിന്റെ കാലത്ത് എന്റെ കുഞ്ഞു കാല് വെക്കണ്ട കണ്ട, ചേട്ടൻ്റെ നീല ഷീഡുള്ള നല്ല കിടുക്കം വാഹനം. ഇത് കണ്ട പല്ലൊന്നും കാണാൻ പറ്റൂല നമുക്കത്. എന്റെ കണ്ണൊക്കെ നോക്കി നല്ല കിടുക്ക സാധനം. മച്ചാമാരതെ അടുത്ത വാഹനം അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതെ പുലിവാഹയാണ്. നീരെടുക്കാൻ പോങ്ങിയ സമയത്ത് അക്കം നോക്കി കീറി വെച്ചേക്കണം. അതെ പിന്നെ അടിച്ചെടുക്കണം. ഇതിന് ഷൂട്ട് ചെയ്ത് കിട്ടില്ല കേട്ടോ, വെയിലായത് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും കുഞ്ഞുൻ്റെ എല്ലാം കൊടുക്കണം. കുഞ്ഞു ക്യാമറ എടുത്തോ, വലിച്ചു കയറ്റുന്ന എടുക്കട്ടെ കേട്ടാ. എടുത്തോട്ടെ. ഓ ഇതിന് പിന്നെ വലിയ വെയിറ്റ് ഇല്ല കേട്ടാ. മറ്റൊരു കേൾക്കാനായിട്ടാണ് ഇച്ചിരി പാട് പെട്ടത്. ഇത് വലിയ കുഴപ്പമില്ല. അടിപൊളി. ഇത് പനവാഹ എന്നൊക്കെ പറയുമല്ലോ ഇവിടെ. എന്താ വാഹയാണ്, വാഹ എന്നാണ് പറയണത്. വാഹയുള്ള ഐറ്റത്തിലുള്ള ഒരു കളർ വ്യതിയാനം, പല മോഡൽ കളർ ഉണ്ടാവും. ഇപ്പൊ കിട്ടിയ വേറെ കളറുള്ള 2-3 സൈസ് കളറുള്ള ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് ഇതിന് പറയുന്നത് ഇത് പുലിവാഹി എന്ന് പറയും കണ്ട. ഇത് പുലിവാഹി എന്ന് പറയും. ഇത് വേറെ കളർ. നമ്മ നേരത്തെ നമുക്ക് കിട്ടിയത് ഒരു നീല ഷെയ്ഡും കൂടിയുള്ള, അതിനെ മയിൽവാഹി എന്നൊക്കെ പറയും. നീലവാഹ മയിൽവാഹി എന്നൊക്കെ പറയാം. ചേർമീനും ഉണ്ട്, 3 ടൈപ്പും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് 3ാമത്തെ സൈസാണ്. 3 സൈസിനെ ഞാൻ ഇപ്പൊ കാണിച്ചു കേട്ടോ. ഓക്കെ കട്ട് ചെയ്തു. ഓക്കെ ഇതാണ് ഇപ്പൊ കിട്ടിയത്. വീഡിയോ എടുത്തു കേട്ടോ. അത് ചേർമീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേർ വരാലെന്നൊക്കെ പറയും ഇവിടെ. പല സ്ഥലത്തും പല പേരാ. ഇതിന് വാഹ എന്ന് പറയണേ. എടുത്തു കുഞ്ഞ്, എവിടെ നിന്ന് എടുത്തു? വീഡിയോ എടുത്തു. അപ്പൊ നമുക്ക് ഇന്ന് സ്ലിംഗ് ഷോട്ട് അടിച്ചിട്ട് 3-4 മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി വാഹയാണല്ല. അതിനെ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് നോക്കിയുണ്ട് അതൊക്കെ കിട്ടിയിരിക്കുന്നത്. ഒരു നമ്മുടെ പുലിവാഹ, അതുപോലെ ഒരു നീലവാഹ, ഒരു 3 കിലോ അടുത്ത് റേഞ്ച് ഏകദേശം വരും. അതുപോലെ ഒരു ചേർമീൻ, ഒരു തിലോപ്പി. ഇതാണ് നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ. എല്ലാം നല്ല ഹെവി സാധനം. ഒന്നും ചത്തിട്ടില്ല, എല്ലാത്തിനും ജീവനുണ്ട്. ഈ ചേർമീൻ ഇത് മാത്രമേ ചത്തിട്ടുള്ളൂ. ബാക്കി ഇത് 2ഉം ചത്തിട്ടില്ല. ഇവന്മാരൊക്കെ ഇത് ഏറെടുത്തിട്ടിരിക്കണം. ഇപ്പം കേട്ടാ ഫിഷിങ് നമ്മൾ നിർത്തിയിട്ടില്ല. അതെ നമ്മളൊരു ഇടവേള എടുത്ത സമയത്ത് നമ്മളത് 3 കിട്ടിയപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.